ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നിന്റെ നാഥൻ ആനപ്പടയെ എന്തു ചെയ്തുവെന്ന് നീ കണ്ടില്ലേ? പ്രത്യക്ഷത്തിൽ സംബോധന നബി തിരുമേനിയോടാണെങ്കിലും യഥാർത്ഥ സംബോധിതർ ഈ കഥകൾ അത്രയും നന്നായി അറിയുന്ന ഖുറൈശികൾ ഉൾപ്പെടെയുള്ള അറേബ്യയിലെ ബഹുജനമാണ്. അന്ന് മക്കയിലും പ്രാന്തപ്രദേശങ്ങളിലും മക്ക മുതൽ യമൻ വരെയുള്ള വിശാലമായ ദേശങ്ങളിലും അസ്ഹാബുൽ ഫീലിന്റെ വിനാശ സംഭവം നേരിൽ കണ്ട ധാരാളം ആളുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതാണ് കണ്ടില്ലേ എന്ന് ചോദിക്കാൻ കാരണം. അസ്ഹാബുൽ ഫീൽ സംഭവം നടന്നിട്ട് അപ്പോൾ 40-45 വർഷത്തിലേറെ പിന്നിട്ടിരുന്നില്ല. നേരിട്ട് കണ്ടതുപോലെ ആളുകൾക്ക് ബോധ്യപ്പെടും വണ്ണം സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ അത് അറേബ്യയിലെങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആനക്കാർ ആരായിരുന്നുവെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ എന്തിനു വന്നുവെന്നോ ഒന്നും അല്ലാഹു ഇവിടെ പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിവുള്ളതായിരുന്നു എന്നതാണ് കാരണം. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ ഗൂഢതന്ത്രം അവൻ പാഴാക്കിയില്ലേ? കൈദ് എന്ന പദമാണ് ആയത്തിൽ ഉപയോഗിച്ചത്. ഒരുവന് ദോഷമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതി എന്ന അർത്ഥത്തിലാണത് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഗൂഢത എന്താണ് എന്ന് ചോദിച്ചേക്കാം. 60,000 ഭടന്മാർ കുറെ ആനകളുമായി പരസ്യമായാണല്ലോ മക്കയിലേക്ക് വന്നത്. അവർ കഅബ തകർക്കാനാണ് പുറപ്പെട്ടത് എന്ന കാര്യവും രഹസ്യമായിരുന്നില്ല. അപ്പോൾ ആ പദ്ധതി നിഗൂഢമായിരുന്നില്ലല്ലോ. രഹസ്യമായിരുന്നത് അബിസീനിയക്കാരുടെ ഈ ഉള്ളിലിരിപ്പ് മാത്രമായിരുന്നു. കഅബ നശിപ്പിച്ച് ഖുറൈശികളെ കീഴടക്കി അറബികളെ ആകമാനം ഭീതിയിലാക്കി അവരിൽ നിന്ന് ദക്ഷിണ അറേബ്യയും ഈജിപ്ത്, സിറിയ ദേശങ്ങളും തമ്മിലുള്ള കച്ചവടമാർഗം കൈവശപ്പെടുത്തണം. ഈ ലക്ഷ്യം അവർ മറച്ചുവെച്ചു. തങ്ങളുടെ ചർച്ചിനെ അവഹേളിച്ച അറബികളോടുള്ള പ്രതികാരമായി അറബികളുടെ ആരാധനാ മന്ദിരം തകർക്കാൻ പോകുന്നു എന്നാണ് അവർ പുറമെ പറഞ്ഞത്. ഫീ തദ്ലീൽ എന്നാണ് ആയത്തിലുള്ളത്. അവരുടെ പദ്ധതിയെ അവൻ വഴിതെറ്റിച്ചു എന്നാണ് അതിനർത്ഥം. പക്ഷേ ഒരു പദ്ധതിയെ വഴിതെറ്റിക്കുക എന്ന പ്രയോഗത്തിന്റെ താൽപര്യം അതിനെ പൊളിക്കുക, ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെടുത്തുക എന്നാണ്. നമ്മുടെ ഭാഷയിൽ അവന്റെ അടവുകളൊന്നും ഫലിച്ചില്ലെന്നോ അമ്പുകളൊന്നും കുറിച്ചുകൊണ്ടില്ലെന്നോ പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണിത്. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അവർക്കു നേരെ പറവപ്പറ്റങ്ങളെ അയച്ചു. ത്വയ്റൻ അബാബീൽ എന്നാണ് ആയത്തിലുള്ളത്. ഉറുദു ഭാഷയിൽ ഒരു പ്രത്യേക തരം പക്ഷികളെ അബാബീൽ എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് അബ്രഹത്തിന്റെ സൈന്യത്തിനെതിരെ നിയോഗിക്കപ്പെട്ടത് ആ പക്ഷികളാണെന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. എന്നാൽ അറബി ഭാഷയിൽ അബാബീലിന്റെ അർത്ഥം പല ദിക്കുകളിൽ നിന്നായി നിരന്തരം എത്തുന്ന വിവിധ വ്യൂഹങ്ങൾ എന്നാണ്. അത് ജനക്കൂട്ടമാകാം, മറ്റു ജന്തുക്കളുമാകാം. ഇക്രിമയും ഖതാദയും പറയുന്നു, ചെങ്കടലിന്റെ ഭാഗത്തു നിന്നാണ് ഈ പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്നത്. സഈദ് ബിൻ ജുബൈറും ഇക്രിമയും പ്രസ്താവിച്ചു, ഇത്തരം പറവക്കൂട്ടങ്ങളെ മുമ്പെങ്ങും കണ്ടിട്ടില്ല, അതിനുശേഷവും കണ്ടിട്ടില്ല. അവ നജ്ദിലെ പക്ഷികളായിരുന്നില്ല, ഹിജാസിലേതുമല്ല, തിഹാമയിലേതുമല്ല. അതായത് ഹിജാസിനും ചെങ്കടലിനും ഇടയ്ക്കുള്ള പ്രദേശത്തൊന്നുമുള്ളതല്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞു, അവയുടെ കൊക്ക് പക്ഷികളുടേതുപോലെയും വിരലുകൾ പട്ടിയുടേതുപോലെയുമായിരുന്നു. ഇക്രിമ പറയുന്നു, അവയുടെ തല വേട്ടപ്പക്ഷികളുടേതുപോലെയുണ്ടായിരുന്നു. ഓരോ പക്ഷിയും കൊക്കിൽ ഓരോ കല്ലുവീതവും കാലുകളിൽ ഈ 2 കല്ലുവീതവും വഹിച്ചിരുന്നുവെന്ന കാര്യത്തിൽ എല്ലാ നിവേദകരും ഏകോപിച്ചിട്ടുണ്ട്. മക്കയിൽ ചിലർ ഈ കല്ല് വളരെക്കാലം സൂക്ഷിച്ചിരുന്നു. അബു നുഐം നൗഫൽ ഇബ്നു അബി മുആവിയയെ ഉദ്ധരിക്കുന്നു, അസ്ഹാബുൽ ഫീലിന്റെ മീതെ എറിയപ്പെട്ട കല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. കറുപ്പ് കലർന്ന ചെമപ്പു നിറവും ചെറിയ കടലമണിയോളം വലിപ്പവുമുള്ള കല്ലായിരുന്നു അത്. അബു നുഐം ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അത് പൈൻ കുരുവോളം പോന്നതായിരുന്നുവെന്നാണ്. ആട്ടിൻ കാഷ്ടത്തിന്റെ മണിയോളം പോന്നതായിരുന്നുവെന്നാണ് ഇബ്നു മർദവൈഹിയുടെ നിവേദനം. എല്ലാ കല്ലുകളും ഒരുപോലെയായിരുന്നിരിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. അവ തമ്മിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. അവ
ചുട്ട മൺകട്ടകൾ അവരുടെ മേൽ എറിഞ്ഞുകൊണ്ടിരുന്നു. ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ എന്നാണ് ആയത്തിൽ ഉപയോഗിച്ചത്. സിജ്ജീൽ വർഗത്തിൽപ്പെട്ട കല്ലുകൾ എന്നർത്ഥം. ഇബ്നു അബ്ബാസ് പറയുന്നു, കുഴച്ച കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച് ചുട്ടെടുത്ത് ദൃഢമാക്കിയ കട്ട എന്നാണ് അതിന്റെ താൽപര്യം. ഖുർആനും ഈ അഭിപ്രായത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സൂറ ഹൂദ് 82-ാം സൂക്തത്തിലും സൂറ അൽ ഹിജർ 74-ാം സൂക്തത്തിലും ലൂത്ത് ജനതയുടെ മേൽ സിജ്ജീൽ കല്ലുകൾ വർഷിച്ചതായി പ്രസ്താവിക്കുന്നു. അതേ കല്ലുകളെക്കുറിച്ച് സൂറ അദ്ദാരിയാത്തിൽ കുഴച്ച കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കല്ലുകൾ എന്നും പ്രസ്താവിക്കുന്നു. فجعلهم كعصف مأكول. അങ്ങനെ അവരെ കാലുകൾ ചവച്ച വൈക്കോൽ പോലെയാക്കി. അസുഫ് എന്ന പദം സൂറ അർ-റഹ്മാൻ 12-ാം സൂക്തത്തിലും കാണാം. കൊതുമ്പുകളിൽ പൊതിഞ്ഞ വിളകളും ധാന്യങ്ങളും എന്നാണ് അതിനർത്ഥം. വിളകളുടെയും ധാന്യങ്ങളുടെയും പുറന്തോട് വേർതിരിച്ചെടുക്കുമ്പോൾ കർഷകർ ഒഴിവാക്കുകയും പിന്നെ കാലികൾക്ക് തീറ്റയായി കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അതെന്ന് വ്യക്തമാകുന്നു. കാലികൾ തിന്നുമ്പോൾ വീണുപോകുന്നതും അവയുടെ കാലുകൾ ചവിട്ടി മെതിക്കുന്നതും കൂടി അതിൽപ്പെടുന്നു.